നരേന്ദ്രമോദി ഒരു പെറ്റി പൊളിറ്റീഷ്യൻ എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തെറ്റായിപ്പോയെന്നും ഖർഗെ പറയുന്നു. പ്രധാനമന്ത്രി ഇന്ത്യ ചരിത്രം വായിക്കണം. കോൺഗ്രസ് ഹിന്ദുക്കളുടെ സ്വത്തെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് പറയുന്നു. രാജ്യത്ത് ബിജെപിക്കെതിരായ അടിയൊഴുക്ക് ശക്തമാണെന്നും ഖർഗെ പറഞ്ഞു. കുട്ടികളുടെ എണ്ണം കൂടിയതുവരെ നരേന്ദ്രമോദി കുറ്റമായി കാണുന്നുവെന്നും മല്ലികാർജ്ജുൻ ഖർഗെ പരിഹസിച്ചു. Modi's guarantee. What is Modi's guarantee? Same thing, not to implement whatever promise he gives. That is the guarantee. He is acting like a petty politician. Petty politician. He is telling that the Congress wants take the money from you people, practically he said Hindus, and that they will give to the people who have got more children, Muslims. He says openly, Muslims have got more children. I have got 5 children. What can I do? I think my Prime Minister should read more about the history of the country. Modi ji afraid of this invisible voters who will come out in the elections. അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. അർച്ചന, മല്ലികാർജ്ജുൻ ഖർഗെ കൃത്യമായ മറുപടി കൊടുക്കുകയാണ് നരേന്ദ്രമോദിക്ക്. എന്തൊക്കെ കാര്യങ്ങളിലാണ് അദ്ദേഹം ഒരു വിശദീകരിച്ചുള്ള മറുപടിയിലേക്ക് തന്നെ പോയിരിക്കുന്നത്? അതേ സുജയ, അല്പസമയം മുമ്പാണ് മല്ലികാർജ്ജുൻ ഖാർഗെ തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടത്. കേന്ദ്ര സർക്കാരിനെതിരെയും അല്ലെങ്കിൽ BJPക്കെതിരെയും കടുത്ത വിമർശനമാണ് ഖാർഗെ ഉന്നയിക്കുന്നതും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദേശീയ നേതാക്കൾ തലസ്ഥാനത്തും അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലുമായി തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഏകദേശം തെരഞ്ഞെടുപ്പിന് ഒരു നാൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്താണ് ഇപ്പോൾ ഖാർഗെ തിരുവനന്തപുരത്തെത്തി മാധ്യമങ്ങളെ കണ്ടത്. മോദി സർക്കാരിനെതിരെ കടുത്ത വിമർശനം തന്നെയാണ് ഖാർഗെ ഉന്നയിക്കുന്നതും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ രാജസ്ഥാനിൽ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം തന്നെ മോദി ഒരു അടിസ്ഥാനപരമായ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഖാർഗെ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയത്. മതപരമായ വേർതിരിച്ചു കാണരുത് എന്ന കാര്യം ഖാർഗെ അറിയിക്കുന്നുണ്ട്. നേതാക്കളെയെല്ലാം ജയിലിലടയ്ക്കുന്നു, കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നു തുടങ്ങി വിവിധ കാര്യങ്ങൾ മോദി സർക്കാരിനെതിരെ ഖാർഗെ ഉന്നയിക്കുന്നുണ്ട്. തൊഴിലില്ലായ്മയെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് എന്നുള്ള കാര്യം കൂടെ ഖാർഗെ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് മോദി സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഖാർഗെ ഉന്നയിക്കുന്നതും. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തെറ്റായി പോയി എന്നുള്ള കാര്യവും കൂടെ ഖാർഗെ ഉന്നയിക്കുന്നുണ്ട്. രാജ്യത്ത് ഒരു മതവിഭാഗത്തിൽ മാത്രമല്ല കുട്ടികൾ ഉണ്ടാകുന്നത് എന്നതും പറയുന്നു. അതിനെ മതപരമായി വേർതിരിച്ചു കാണരുത്, അത്തരത്തിൽ ഒരു വേർതിരിവും മതപരമായി ഉണ്ടാകരുത് എന്നും ഖാർഗെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കടുത്ത വിമർശനം തന്നെ നമുക്കറിയാം, തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥിയാണ്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാർക്കെതിരെയും കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. സുജയ. ഓക്കെ, അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി